പ്രശാന്ത്, ഇക്കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിക്കടുത്ത് ഹൈവേയിൽ അലുവ അതുൽ, ആ പേര് പറയാൻ തന്നെ ചെറുതായിട്ടൊന്നൊരു അലുവ അതുൽ, ഏതായാലും പേര് കേൾക്കാൻ കൊള്ളാം, അതുൽ നല്ല പേരാ. ആ ചെറുപ്പക്കാരനെ മറ്റൊരു ഗുണ്ടാ സംഘം, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, സിനിമയിലാണ് ഇത്രയും കറക്റ്റായിട്ട് ഒരു ഡയറക്ടോറിയൽ വർക്ക് കറക്റ്റ് നടന്നിട്ടുണ്ട്. കാറ് വരുന്നു, തട്ടിയിടുന്നു, കുഴിയിലേക്ക് കാറ് വീഴുന്നു, വിത്തിൻ സെക്കൻഡ്സിനകം ഗുണ്ടകൾ ചാടിയിറങ്ങുന്നു. പിന്നെ ബാക്കിയൊക്കെ നാട്ടുകാർ കണ്ടതാണ്, നമ്മൾ എല്ലാവരും കണ്ടതാണ്, നമ്മുടെ കേരള സമൂഹം കണ്ടതാണ്. എന്താണ് പ്രശാന്ത് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ? ഇന്നലെ പ്രതികളെ പിടിച്ചെന്ന് പറയുന്നു, എന്താ അതിൽ നമുക്ക് കിട്ടുന്ന, നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? നമുക്ക് പ്രതികളെ പിടിച്ച കഥയിലേക്ക് പിന്നീട് പോവാം. നമുക്കിപ്പോൾ പോകേണ്ടത് കരുനാഗപ്പള്ളിയിലെ ആ പമ്പിന് മുന്നിലുള്ള ആ ഒരു റോഡിലേക്കാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ടറുടെ ഒരു സഹായവും ഇല്ലാതെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു ചേസ് സീൻ. തിരക്കുള്ള റോഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നു. പെട്ടെന്ന് ഒരു കടും നീല കളറിലുള്ള, ഒരു കരിനീല കളറിലുള്ള ഒരു സ്വിഫ്റ്റ് കാർ വരുന്നു. ആ സ്വിഫ്റ്റ് കാറിനെ ഒരു സിൽവർ കളറിലുള്ള ഇന്നോവ പിന്നിൽ നിന്ന് ഇടിച്ച് റോഡിന് വേണ്ടി അടുത്തുള്ള കുഴിയിലേക്ക് തള്ളുന്നു. ആ വണ്ടിയിൽ നിന്നും കുറച്ചുപേര് ചാടി ഇറങ്ങുന്നു, വടിവാൾ ഉപയോഗിച്ച് കാറിൽ അറഞ്ചം പുറഞ്ഞം വെട്ടുന്നു. അതിനുശേഷം കാറിൻ്റെ ഡോറ് തുറക്കുന്നു, ഡോറ് തുറന്ന് അകത്തേക്ക് വെട്ടുന്നു. ഒരു വ്യക്തി താഴേക്ക് വീഴുന്നു. പിന്നീട് കാണുന്നതെന്ന് പറയുന്നത് അവർ ആ കുണ്ടിൽ നിന്ന് ചാടി കയറി ആ ഇന്നോവ കാറിൽ കയറി പാഞ്ഞു പോകുന്നു. പിന്നീട് ആളുകൾ ഓടിക്കൂടുന്നു. പിന്നീട് പുറത്തു വന്ന ദൃശ്യങ്ങൾ നമുക്ക് വിഷ്വൽ കാണിക്കാൻ പറ്റില്ലാത്ത ദൃശ്യങ്ങളാണ്. തല വെട്ടിപ്പുളർന്ന നിലയിൽ ആ മണ്ണിൽ കിടന്ന് ജീവന് വേണ്ടി കണ്ണുകൾ മാത്രം അനങ്ങിക്കിടക്കുന്ന അലുവ അതുൽ, വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ നടൻ്റെ ലുക്കും ചുറുചുറുക്കുമൊക്കെയുള്ള ഒരു ഡെനിം ഷർട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു ബനിയനും ജീൻസും ബൂട്ടും ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ഒരു യുവാവ്. അവൻ വെട്ടേറ്റ് മണ്ണിൽ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ യുവാവ് അത്ര വെടിപ്പായിട്ടുള്ള ഒരാളൊന്നുമല്ല. അലുവ അതിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. ആ കഥകളുടെയൊക്കെ സത്യാവസ്ഥ തിരഞ്ഞു പോകുവാനായിട്ട് ഒരുപാട് വഴികൾ സഞ്ചരിക്കേണ്ടി വരും. ആ വഴികളിലൂടെയൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ സഞ്ചരിക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ കണ്ടാണ് ആ വിഷയത്തിൻ്റെ ജനകീയ അഭിപ്രായങ്ങൾ ചേട്ടൻ കണ്ടാണ്. അതിനകത്ത് പല അഭിപ്രായങ്ങൾ വന്നിരുന്നു. മറ്റുള്ള ചാനലുകാരെ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ചാനലിൽ പോയിരുന്നിട്ട് ഈ വാർത്തകൾ വായിച്ചാൽ മതി. എൻ്റെ ചാനലിൽ വന്നിരുന്ന വാർത്തകൾ വായിക്കും. എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ എപ്പോഴും കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് പ്രേക്ഷകർ ഇഷ്ടമാണ്. പിന്നെ മറ്റുള്ള ചില മാധ്യമപ്രവർത്തകരുമായി കമ്പയർ ചെയ്തിട്ടുള്ള സംഭാഷണങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. ശ്യാമാർ ബാബു എന്ന് പറയുന്ന ഓൺലൈനിൽ ക്രൈം ന്യൂസുകൾ ചെയ്യുന്ന ശ്യാമാർ ബാബുവായിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ട് ഇതാരുടെ ശ്യാമാർ ബാബുവാണ്, പ്രശാന്ത് കെ രാജീവാണ്. എനിക്ക് എൻ്റെ സ്റ്റൈലുണ്ട്. ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കുരയ്ക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ശ്യാമിൻ്റെ സ്റ്റൈലിൽ വീഡിയോ ചെയ്യുന്നു, ഞാൻ എൻ്റെ സ്റ്റൈലിൽ വീഡിയോ ചെയ്യുന്നു. കാരണം എൻ്റെയും ശ്യാമിൻ്റെയും പിതാക്കന്മാർ രണ്ടാണ്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ആ ഒരു രീതിയിൽ എനിക്ക് പോകാൻ പറ്റും, ശ്യാമിൻ്റെ പിതാവിൻ്റെ രീതി ശ്യാം പോകുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെൻ്റെ വിഷയമേ അല്ല. തിരമാലകളെ നോക്കി കുരയ്ക്കുന്ന പട്ടികൾ കുരയ്ക്കട്ടെ, തിരമാല ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ റിപ്പോർട്ടുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഇന്നലെ 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജനം നിഷ്ക്രിയരായി നോക്കി നിന്നു, പോലീസ് ഇതിനകത്ത് മുൻകരുതൽ പാലിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് തീരേണ്ടവൻ തീർന്നു, അതിന് പോലീസ് എന്ത് ചെയ്യണം, പോലീസുകാർ തന്നെ ചെയ്യിച്ചു എന്നുള്ള രീതിയിലാണ് പല അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ചേട്ടാ, പോലീസുകാർക്ക് അങ്ങനെ ഒരുത്തരെ തീർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പിഴവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടും പോലീസ് അതിന് എന്ത് ചെയ്തില്ല, അതിനൊരു മുൻകരുതൽ കൊടുത്തില്ല. അതിൻ്റെയാണ് ഇന്നലെ ഈ പറയുന്ന അലുവ അതുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റോഡിൽ വെട്ടേറ്റ് വന്ന്. അവൻ ഗുണ്ടയാണെങ്കിൽ പോലും, അതായത് പോലീസിന് വിവരം കിട്ടിയിട്ട് അതിൻ്റെ പുറകെ പോയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് പ്രശാന്തേ. അതിനകത്ത് അല്ല, പറഞ്ഞോട്ടെ, അത് തെറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ല. എൻ്റെയും പ്രശാന്തിൻ്റെയും ജീവൻ, നമ്മളിപ്പോൾ ഈ നിരത്തിലിറങ്ങി നടക്കുന്നത് നമ്മളെ ഇതേപോലെ ഈ ഒരു പ്രക്രിയയിലൂടെ ഇവിടുത്തെ ഗുണ്ടാ സംഘത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്നത് പോലെയാണ്. രണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് ഇതിൻ്റെ വിവരം കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇത്തരത്തിൽ ആ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആള് നമ്മൾ കണ്ടതാണല്ലോ. 18 മിനിറ്റിനകമാണ് ഈ ചെറുപ്പക്കാരനെ 17 മിനിറ്റ് കൊണ്ട് വർക്ക് തീർന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അല്ല എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനെന്ന വ്യക്തി ഇവിടെ ഇല്ല, കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന പോലെ ഇത് നടക്കുന്നത് പോലീസിന് വിവരം കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പോലീസിന് വിവരം കിട്ടി. അപ്പൊ പോലീസ് ഇതുവരെ പോലീസ് അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് പോലീസ് ഇതിനെ നിഷ്ക്രിയത്വം പാലിച്ചു? ഇത് മറ്റൊന്നുമല്ല, ഭരണം കഴിയാൻ പോവുകയാണ്.
ഭരണം കഴിയാൻ പോകുമ്പോൾ പോലീസിന് വെറുതെ തലവേദന ഉണ്ടാക്കി വെക്കാൻ പോകണ്ട. ഒരു ഭരണം തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ്. നമ്മൾ കണ്ടു വീണ ജോർജിനെ ഈ പറയുന്ന രീതിയിൽ അവരുടെ വീട്ടിൽ റീത്ത് കൊണ്ടുവച്ചു, അവരുടെ തിരുവനന്തപുരത്തെ അവരുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് കൊണ്ടുവച്ചു. ദെൻ അവരെ കണ്ണൂർ KSക്കാർ ഇൻക്ലാവ് വിളിച്ചപ്പോഴത്തേക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞു അവരെ ഏതാണ്ട് ചെയ്തു, ഇങ്ങനെ കഴുത്തിനേറെ അവർക്ക് പരിക്ക് പറ്റി, മാഡത്തിനെ വളഞ്ഞിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ആ റിപ്പോർട്ട് വന്നപ്പോൾ എന്തായി? വീണ ജോർജ് തലയിൽ കൂടെ മുണ്ടിട്ട് കിടക്കേണ്ട രീതിയായോ? ഈ സർക്കാരിന്റെ മുണ്ടിട്ട് കിടക്കേണ്ട രീതിയായോ? അപ്പോൾ പ്രശാന്ത് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഭരണം കഴിയാറാകുമ്പോൾ നമ്മൾ ഇന്ന് വരെ ഇപ്പോൾ ഞാനോ പ്രശാന്തോ പറയണ്ട, ഈ സമൂഹത്തിന് അത് അറിയാം. ഭരണം കഴിയാറാവുമ്പോൾ ഭരണചക്രം തിരിക്കുന്നതിൽ ഒരു പങ്ക് പോലീസിനുണ്ട്. പോലീസ് ഒന്ന് കണ്ണയക്കും. കാര്യം ഈ ഒരു തലവേദന ഭരണം ഇത് നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും, ഇന്ന് അല്ലെങ്കിൽ നാളെ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കും. അപ്പോൾ ഈ സർക്കാരിന് ഇനി ആയുസ് മണിക്കൂറുകൾ മാത്രമാണ്, വെറും ദിവസങ്ങൾ മാത്രമാണ്. എന്തിനു വെറുതെ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. പക്ഷെ ഇതില് അങ്ങനെയൊന്നും അല്ല ചേട്ടാ, ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ കഴിയില്ല. പോലീസിന്റെ വീഴ്ച തന്നെയാണ് ചേട്ടാ. ഈ ഇന്റലിജൻസിന്റെ ആ ഒരു സംഭവത്തെ പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നു എന്ന് തന്നെ ഇരിക്കുക. നമ്മൾ പറയുന്നു ഇപ്പൊ ഇന്റലിജൻസ് കൊടുത്ത റിപ്പോർട്ട് അത് പോലീസ് മുഖവിലേക്ക് എടുത്തു. ഈ അതുലിന് പോലീസ് സെക്യൂരിറ്റി കൊടുത്തിരുന്നെങ്കിൽ പോലും ഇവർ ചെയ്യാനുള്ള കർത്തവ്യം ഈ പട്ടാപ്പകല് ഈ ഒരു പൊതുനിരത്തില് ഇത്തരത്തിൽ കൊടും ക്രൂരത ഉണ്ടാകില്ലായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ഇവരെ ബ്ലോക്ക് ചെയ്യാൻ ഇവർക്കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല. ഇവർക്കറിയാം ഈ വണ്ടി ഇവരെ കാത്ത് വണ്ടി നമ്മൾ പല സിനിമകൾ കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷന്റെ പല ഭാഗത്തായിട്ട് ഏകദേശം 4ഓളം ഭാഗത്തായിട്ട് ആളുകൾ പിരിഞ്ഞു നിന്നിരുന്നു ഈ പറയുന്ന അതുൽ പുറത്തേക്ക് ഇറങ്ങുന്ന പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ ചേട്ടാ ഈ കഥ നടക്കുന്നത് ഇന്നൊന്നും അല്ല, ഇന്നൊന്നും നടക്കുന്നവൻ വാളാൽ. അതെ, അത്രയേ ഉള്ളൂ. പറഞ്ഞോളൂ ബാക്കി. ഓക്കെ. അപ്പൊ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു കഥയുടെ ബാക്കിയാണ് ഇന്നലെ നടന്ന തിരക്കഥ. എല്ലാ തിരക്കഥയ്ക്കും ഒരു കഥയുണ്ടാകണം, വ്യക്തമായ ഒരു പ്ലാനിങ്, ഒരു ചട്ടക്കൂടിനുള്ളിലാണ് എല്ലാ കുറ്റകൃത്യങ്ങളും എപ്പോഴും നടക്കുന്നത്, അല്ലേ? തീർച്ചയായും കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പാളിപ്പോവും. പ്രത്യേകിച്ചും അലുവ അതുലിനെ പോലെ ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഒരു പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വേട്ടക്കാരൻ ഇരയായി മാറുന്ന ഒരവസ്ഥയുണ്ടാകും. ഏറ്റവും ക്രൂരമായ ഒരു സിറ്റുവേഷനാണത്. നമ്മളൊരു ഇരയെ ലക്ഷ്യമിട്ട് പോകുമ്പോൾ നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ പോകുന്ന ഇര അത് നമ്മളെ ഭയന്ന് ഓടുകയാണെന്നാണ്. പക്ഷേ എപ്പോഴും ആ ഇരയുടെ സഞ്ചാരം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെക്ട്രം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിനുള്ളിൽ കയറുന്ന ആ നിമിഷം ആ ഇര ശരിക്കും വേട്ടക്കാരനും ആ വേട്ടക്കാരൻ ഇരയുമായി മാറും. കാരണം ആ ഒരു മുന്നിലോടുന്ന ഇര തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാണ് ഇര? അതുകൊണ്ട് തന്നെ ഒരു വേട്ടയ്ക്ക് മുൻപ് എപ്പോഴും കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് മാസങ്ങൾ നീണ്ടു എന്നുള്ള ഒരു പ്ലാനിങ് ആണ്. ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജിം സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അയാളുടെ അമ്മയുടെ മുന്നിലിട്ട് ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അയാളെ വെട്ടിക്കൊന്നിരുന്നു. ഈ അലുവ അതിലിന് ഒരു എംഒ ഉണ്ട്, ഒരു ക്രൈമിന് ഒരു എംഒ ഉണ്ട്. എംഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പല പ്രേക്ഷകർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു മോഡസ് ഓപ്പറandi, അതായത് ഒരു സ്റ്റൈൽ ഓഫ് ക്രൈം, ഒരു ക്രൈം മേക്കിംഗ് സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിരാളിയുടെ മുട്ടുചിരട്ട ചുറ്റിയേക്ക് അടിച്ച് തകർത്ത് അയാൾ ഓടാൻ പറ്റാത്ത രീതിയിലാക്കിയതിന് ശേഷം ആക്രമിച്ച് കൊല്ലുന്ന ഒരു ക്രൂരമായ രീതി അവലംബിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അലുവ അതുൽ എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ആ അലുവ അതുൽ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ജിം സന്തോഷിൻ്റെ കൂട്ടുകാരൻ ഒരു അസീമുണ്ട്. ഈ ജിം സന്തോഷിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അസീം. ഈ അസീമിനെ പങ്കജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആക്രമിക്കുകയാണ്. ഈ വിഷയത്തിൽ ജിം സന്തോഷ് ഇടപെടുകയും ഈ പങ്കജിനെ ജിം സന്തോഷ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ജിം സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചത് കഴിഞ്ഞ മാർച്ച് 25-നോ 27-നോ എങ്ങനെയാണ്, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, 25 or 27 ആ ഒരു സമയത്താണ്, 2025 വലിയ വാർത്തയായതാണ്. അതിനുശേഷം ഈ പ്രതിയായിട്ടുള്ള അതുലിനെ തിരുവണ്ണാമലയിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘവും പോലീസും കൂടി റൗണ്ട് ചെയ്താണ്, ക്ഷേത്രത്തിൽ നിന്ന് റൗണ്ട് ചെയ്താണ് ഇവനെ പൊക്കുന്നത്. ഈ പറയുന്ന ജിം സന്തോഷ് ഈ പറയുന്ന അലുവ അതുലിനെ പൊക്കുന്നത്. എന്താണെങ്കിലും ഈ 10-നും 11-നും ഇടയ്ക്കുള്ള സമയത്ത് ഇയാൾക്ക് ജാമ്യ വ്യവസ്ഥ പ്രകാരം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം. അങ്ങനെ ഒപ്പിട്ട് മടങ്ങുന്നതിനിടയിലാണ് ഈ പറയുന്ന കടത്തൂർ സംഘം. ഈ കടത്തൂർ സംഘമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ക്രിമിനൽസിൻ്റെ പേര് ഞാൻ പറയാം, അത് ഇതിനകത്ത് പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവർ 2 പേരുണ്ടായിരുന്നു ഈ അതുലിൻ്റെ വണ്ടിക്ക്. അത് ഇന്നലെ ഞാൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൊടുത്ത റിപ്പോർട്ടായിരുന്നു ഞാൻ ഇന്നലെ കൊടുത്തത്. കാരണം നമ്മൾ ഇന്നലെ ആ വിഷ്വൽസിൽ നമുക്ക് ലഭിച്ച വിഷ്വൽസിൽ നമ്മൾ ആ CCTV വിഷ്വൽസിൽ നമ്മൾ ഒരു വ്യക്തിയെ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതുലിനൊപ്പം ഉണ്ടായിരുന്ന മനു എന്ന് പറയുന്ന കുക്കു എന്ന് വിളിക്കുന്ന ഒരു മനു കൂട്ടുപ്രതിയാണ്. ഈ അയാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കരുനാഗപ്പള്ളി ഇന്നും ഇന്നലെ ഒന്നും അല്ല കേട്ടോ ഈ ഇത് നടക്കുന്നത്. ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് കടത്തൂർ ഗുണ്ടാ സംഘത്തിലെ ബ്ലാക്ക് വിഷ്ണു, അതുപോലെ തന്നെ ഹുസൈൻ, ആഷിഖ് തോമ
എന്നീ പ്രതികളെയാണ് പോലീസ് ആദ്യം തിരിച്ചറിഞ്ഞത്. ഇവർ കടത്തൂർ സംഘമാണ്. ഈ കടത്തൂർ സംഘത്തിന്റെ ഇത്രയും പക ഈ പറയുന്ന അതുലിനോട് വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ജിം സന്തോഷിനെ കൊലപ്പെടുത്തി മടങ്ങുന്ന വഴി ഇവർ ഈ ഒരു അനീറിനെ, ഈ കടത്തൂർ സംഘത്തിൽപ്പെട്ട അനീറിനെ ഇവർ ഈ പറയുന്ന ഈ അതുൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് തന്നെ പരസ്യമായ ഒരു വെല്ലുവിളി നടന്നിരുന്നു. ഇതിന് ഞങ്ങൾ കണക്ക് വീട്ടും, 1 വർഷത്തിനുള്ളിൽ കണക്ക് വീട്ടും എന്നായിരുന്നു ഈ പറയുന്ന അനീറിന്റെ ടീം. ഈ കടത്തൂർ സംഘം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് ആണ്, ഒരു ക്രിമിനൽ സംഘമാണ്. ഇത് 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ കുടിപ്പകയാണ്. രണ്ടൊന്നും അല്ല, കൊല്ലത്ത് വിരലെണ്ണാൻ പറ്റാത്ത അത്ര ഗുണ്ടാ സംഘമുണ്ട്, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഏരിയ മാത്രമല്ല, കൊല്ലം ജില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലം റൂറൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാ വിളയാട്ടത്തിന്റെ ഒരു കേന്ദ്രമായി, ഒരു ഹട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് മട്ടാഞ്ചേരി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ ചിത്രം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രവും കൊല്ലവുമാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റികളുടെ ഒരു ഹട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്, ഭയാനകമായ വസ്തുതയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴും സർക്കാർ മൗനം പാലിക്കും. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാണ്, അതിലേക്ക് വരാം, ഇതിന്റെ ഒരു കംപ്ലീഷനിലേക്ക് വരാം. എനിക്കറിയാം ലാഗ് ആവുന്നുണ്ട്, കുറച്ചധികം വീഡിയോയ്ക്ക് ലെങ്ത് വരുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റഡ് ന്യൂസ് ആയി പോകും, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് റിപ്പോർട്ടായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര ലാഗ് വരുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ഇതിനകത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനീറിന്റെ സംഘം പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അതുലൊരു ഇൻസ്റ്റഗ്രാം റീൽ ഇട്ടിരുന്നു, പക വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളത് എന്നുള്ള പേരിൽ. ആ റീല് അതുലിന്റെ മരണശേഷം വ്യാപകമായി ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുകയും ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആണ്. അതുലിന്റെ ടീമുകളിൽ ആരെങ്കിലും ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്ത്, എന്തായാലും ഡീആക്ടിവേറ്റഡ് ആണ്. അതുലിനെ ഹീറോ ആക്കി പോലും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടുള്ള ഈ പറയുന്ന പോസ്റ്റുകൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇയാള് ഈ പറയുന്ന ജിം സന്തോഷം മരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താണെങ്കിലും ആ ഒരു വാക്ക് 1 വർഷത്തിനുള്ളിൽ തീർക്കുമെന്നുള്ള വാക്ക് ഇന്നലെ അവർ പാലിച്ചു. വെട്ടിക്കൊന്നു. വണ്ടിക്കുള്ളിൽ നിന്ന് വലിച്ച് പുറത്തിറക്കിയപ്പോൾ സ്റ്റിയറിംഗ് വീലിനുള്ളിൽ കാല് കുടുങ്ങിപ്പോവുകയും ആ കാല് വെട്ടി പുറത്തെടുത്ത് ഓടി രക്ഷപ്പെടാതിരിക്കുവാനായിട്ട് ഇടുപ്പിന് വെട്ടി പരിക്കേൽപ്പിക്കുകയും പിന്നീട് തലയ്ക്ക് മാരകമായിട്ട് വെട്ടി തലക്കേറ്റ പരിക്കുകൊണ്ടാണ് ഈ പറയുന്ന അതിൽ മരണപ്പെട്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. കാലിന് പരിക്കേറ്റിട്ടുണ്ട്, കാലിന് മുറിവേറ്റിട്ടുണ്ട്, 4 വെട്ട് കാലിനേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എന്താണെങ്കിലും പ്ലാനിങ് ആണ്. അപ്പൊ ഈ അതുല് ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് അതുല് എന്നെ കൊല്ലരുത്, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം എന്ന് അലറി കരയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരുപക്ഷെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടുമ്പോൾ ഈ ജിം സന്തോഷം പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ശരിയാണ്, വാളെടുത്തവൻ വാളാലേ തീരുകയുള്ളൂ. എപ്പോഴും വാളെന്ന് പറയുന്നത് നമ്മളത് എത്ര സൂക്ഷിച്ച് ഉപയോഗിച്ചാലും എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ അത് മുറിവേൽപ്പിക്കും, അല്ലെങ്കിൽ ആയുധങ്ങൾ എന്തെങ്കിലും മുറിവേൽപ്പിക്കും. അതൊരു ലോക നിയതിയാണ്, അതങ്ങനെയേ വരും. എന്താണെങ്കിലും കൊല നടത്തിയതിന് ശേഷം ഒളിവിൽ പോകുന്നു, പ്രതികളെ തിരിച്ചറിയുന്നു. മാസങ്ങൾ നീണ്ടു നിൽക്കാവുന്ന ഒരു ഒളിച്ചോട്ടത്തിലേക്ക് പോകുന്ന സംഭവത്തിൽ ഇന്നലെ CP, അതായത് കമ്മീഷണർ ഓഫ് പോലീസ് കൊല്ലം CP ഇന്നലെ ഉറക്കമിളച്ച് ഈ പ്രതികൾക്ക് പിന്നാലെ നടക്കുമ്പോൾ 11 മണിക്ക് നടക്കുന്ന കൊലയ്ക്ക് രാത്രി 12 മണിയോടുകൂടി പ്രതികൾ മുഴുവൻ വലയിലാകുന്ന ഒരവസ്ഥ വരികയാണ്. ആ പ്രതികൾ കൊല്ലത്ത് നിന്ന് കൊല ചെയ്ത് ഏകദേശം 100 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ച് ഒരാളുടെയും കണ്ണിൽപ്പെടാതെ വന്നിരിക്കുന്നത് രാത്രിയോട് കൂടി വരുന്നത് മുണ്ടക്കയത്താണ്. മുണ്ടക്കയം കോസ്വേയിൽ നൈറ്റ് എപ്പോഴും പെട്രോളിംഗ് ഉള്ളൊരു സ്ഥലമാണ്. പെട്രോളിംഗ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ജോൺസൺ ഏജ സാറിന്റെ വാഹന പരിശോധനയിൽ പെട്ട് ഈ വണ്ടി നിർത്താതെ പോവുകയും ജോൺസൺ സാറ് പ്രതികളെ തിരിച്ചറിയുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അവിടെ കിടന്നിരുന്ന ഒരു പിക്കപ്പ് ഉപയോഗിച്ച് ഇവരെ പിന്തുടർന്നു തുടങ്ങിയാണ്. ചേട്ടൻ അറിയാമെന്നറിയില്ല, ചേട്ടൻ മുണ്ടക്കയം വഴി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുണ്ടക്കയം കോസ്വേ കഴിഞ്ഞ് ഈ പറയുന്ന മുരിക്കുംവയൽ കോരുത്തോട് മടുക്ക ഭാഗത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ 2 സൈഡും തേക്കും കൂപ്പാണ്, ഫോറസ്റ്റിന്റെ തേക്കും കൂപ്പാണ്. ഇടുങ്ങിയ വിജനമായ വഴിയാണ്. പകൽ സമയത്ത് പോലും ഒറ്റയ്ക്കും പെട്ടയ്ക്കും വണ്ടികൾ വരുന്നതല്ലാതെ അത്ര തിരക്കുള്ള റോഡൊന്നുമല്ല. അതുവഴി രാത്രിയിൽ സിനിമ കഥകളെ വെല്ലുന്ന ഒരു ചേസിങ് നടക്കുകയാണ്. പിക്കപ്പിൽ ജോൺസൺ സാർ പിന്നാലെ പോകുന്നു, പ്രതികൾ വാഹനത്തിൽ പിന്നാലെ പോകുന്നു. ഇവരെ നിർത്താൻ ഒരു വഴിയുമില്ല എന്ന് കണ്ട ജോൺസൺ സാർ മുരിക്കുമേൽ ഭാഗത്ത് വെച്ച് ഇവരുടെ വാഹനത്തെ ഇടിക്കുന്നു. ഇവരുടെ വാഹനത്തെ ഇടിക്കുന്നതോടുകൂടി വാഹനം ഉപേക്ഷിച്ച് ഇവർ കാടിനുള്ളിലേക്ക് ഓടി മറയുകയാണ്. അതോടുകൂടി അദ്ദേഹം തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചനുസരിച്ച് മുണ്ടക്കയം, പെരുവന്താനം, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാർ കൂട്ടത്തോടെ എത്തുന്നു. ആ കാട് വളയുകയാണ്, നാട്ടുകാരും കൂടുന്നു. ഒടുക്കം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കൃത്യം 12 മണിക്കൂറിൽ പ്രതികൾ മുഴുവൻ വലയിലാവുകയാണ്. അത് അത്ര കൃത്യമായിട്ടുള്ള ഒരു പോലീസിന്റെ ഒരു നീക്കം. ജോൺസൺ സാറിനെ പോലെ കൃത്യതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചടുലമായ നീക്കത്തിൽ പ്രതികൾ ഇന്നലെ
വലയിലായിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് നമ്മൾ പോലീസിനെ കുറ്റം പറയുമ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നുള്ള രണ്ട് ഫോൾട്ടുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ പൂർണ്ണമായും അവഗണിച്ചു, മറ്റൊന്ന് ഗുണ്ട പക വീട്ടപ്പെടുന്നത് തന്നെയാണ് മെയിൻ പോയിന്റ്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ പോലീസ് എന്ത് പണിയെടുക്കുമായിരുന്നു? പ്രശാന്തേ, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടത് ഈ പോലീസാണ്. അയാൾ കുറ്റവാളിയാകാം, അതിനാണ് ഇവിടെ നിയമമുള്ളത്. ഈ പറയുന്ന ഗുണ്ടകളെ തന്നെ തീർക്കുക എന്നാണെങ്കിൽ പിന്നെ എനിക്കോ പ്രശാന്തിനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ ഒന്ന് ഇറങ്ങി നടക്കണ്ടേ? ചേട്ടാ, നമ്മുടെ കേരളമാണ്. മുംബൈയിലും അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിലും ഞാൻ ഒരിക്കലും ഈ സമൂഹം മറ്റൊരു വശത്തിന് എന്തൊക്കെ പറഞ്ഞാലും പോലീസ്, നമുക്കുണ്ട് നിറയെ പോലീസ് സുഹൃത്തുക്കളെ, എനിക്ക് ഇഷ്ടം പോലെ പോലീസ് സുഹൃത്തുക്കളുണ്ട്. പോലീസ് സുഹൃത്തുക്കളെ എന്നോട് പിണങ്ങിയാലും എനിക്ക് വിരോധമില്ല. പക്ഷേ ഇത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. ഇത് ഗവൺമെന്റ് ഇനി മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ അവസാനത്തെ കണ്ണിയാണെന്ന് മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറഞ്ഞോളൂ. ചേട്ടാ, ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ ഇന്നുവരെയ്ക്ക് ഗുണ്ടാരാജ് നടപ്പാക്കിയിട്ടില്ല, ഗുണ്ട ആക്ട് നിലവിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഗുണ്ടാരാജ് നടപ്പിൽ വയ്ക്കിയിട്ടില്ല. ആ പാടെ കാപ്പ ഉയർത്തി സ്ഥിരം കുറ്റവാളികളെ നാട് കടത്തുന്ന ഒരു നിയമം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഗുണ്ടാരാജൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ എൻകൗണ്ടർ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്ന് ഈ സിറ്റിയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിവുള്ള പോലീസുകാരൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ നടക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഗുണ്ടാരാജ് ഇല്ലല്ലോ നമുക്ക്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നുള്ള ഈ പിഴവിനകത്ത് പോലീസിന്റെ നിഷ്ക്രിയത്വം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പിക്കുമ്പോഴും എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന അതുല് ഈ കൃത്യസമയത്ത് വന്ന് ഒപ്പിട്ട് പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഈ പോലീസുകാർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടടുത്ത് അവർ ജാഗ്രത പാലിച്ചില്ല. പിന്നെ ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങളെ ഇവർക്ക് ഇതിനു മുൻപേ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അവരത് ഇതാക്കിയിട്ടില്ല, ആ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, ഇവരതിന് മുന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന ഈ കടത്തൂർ ടീമിനകത്ത് ഈ പിടിക്കപ്പെട്ടുള്ള ഇത്തരം പ്രതികൾ മാത്രമൊന്നും അല്ല കടത്തൂർ ടീം. കടത്തൂർ ടീം എന്ന് പറയുന്നത് വലിയൊരു ടീമാണ്. അതിനുള്ളിൽ ഇപ്പോഴും പുറത്ത് ആളുകളുണ്ട്. ഇനി ഈ പറയുന്ന അതുലിന്റെ മരണത്തിന് പ്രതികാരമായിട്ട് ഇനി ഇവർ പുറത്തിറങ്ങുമ്പോഴേക്ക് ഇവരെ വെട്ടിക്കൊല്ലാനും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ചോരക്കളികൾ ഏതായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവസാനിപ്പിച്ച് ഇവിടെ ഈ സമൂഹത്തില് ഈ ഏതും നടക്കത്തക്ക രീതിയിൽ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഇവിടെ ഒരു ഭരണമുണ്ട്, ഇവിടെ ഒരു പോലീസുണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ ഒരു തലവനുണ്ട്. ഇത് കേരളമാണോ അതേ ഇനി മഹാരാഷ്ട്രയാണോ മുംബൈ ആണോ അറിയാതെ പ്രശാന്ത്, ശരിക്കും പൊതുജനം ഇതിൽ ഒരു വിഭാഗം ഇനി അവനെ ഈ പറയുന്ന അവനെന്നൊക്കെ തന്നെയാണ് പറയേണ്ടത്. ഈ മരണപ്പെട്ടതിനെയൊക്കെ ഇവരെയൊക്കെ ഇനി വാഴ്ത്തിയാലും ഇനി നമ്മളെ തെറി വിളിച്ചാലും നമുക്ക് വിരോധമൊന്നുമില്ല. കാര്യം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്കും ഇനി നടക്കേണ്ട അവസ്ഥ വാഴ്ത്തിയാലും വീഴ്ത്തുക തന്നെ ചെയ്യുന്നുള്ള ഉദാഹരണം നമുക്ക് കൈക്കുള്ളിൽ ഇനി ജീവനും പിടിച്ചുകൊണ്ടൊക്കെ നടക്കാം. അതാണ് നമുക്ക് പറ്റുള്ളൂ.